അത് CPM നേതൃത്വം അവരുടെ ഈ ക്ലാസുകളിലും ജില്ലാ കമ്മിറ്റിയിലൊക്കെ ചെന്ന് ഈ എം ഇ ഗോവിന്ദനെ പോലുള്ള ആളുകൾ പറയുന്നതാണ്. മുകേഷിന്റെ തീവ്രത കുറവായിരുന്നു, ഇപ്പുറത്തേന് തീവ്രത കൂടുതലാണ്. ഇങ്ങനെ പറഞ്ഞ് താത്വികമായി വിശകലനം നടത്തുന്ന ഒരു എക്സ്പെർട്ടാണ് ആര്? എം ഇ ഗോവിന്ദൻ. എം ഇ ഗോവിന്ദൻ ചെന്ന് ഈ ജില്ലാ കമ്മിറ്റിയിലും സംസ്ഥാന കമ്മിറ്റിയിലും ക്ലാസ് എടുക്കുമ്പോഴാണ് ഈ തീവ്രതയെക്കുറിച്ചുള്ള ഇത് കേരളത്തിനൊരു വലിയ പുതിയ അറിവാണ്, അല്ലെ? അറിവാണ്. അത് റെക്കോർഡ് ചെയ്ത് വെക്കേണ്ടതാണ്. എല്ലാ കാലത്തും റെക്കോർഡ് ചെയ്ത് വെക്കുകയും പ്രിന്റ് ചെയ്ത് ഫ്രെയിം ആക്കിയിട്ട് സെക്രട്ടേറിയറ്റിന്റെ മുമ്പിലോ മുഖ്യമന്ത്രിയുടെ ഓഫീസിലോ വെക്കേണ്ട സാധനമാണ് ഈ മുകേഷിന്റെ തീവ്രത കുറവ്. അല്ല, ഏറ്റവും പ്രധാനം രണ്ട് ലൈംഗിക പീഡന കേസുകൾ അറസ്റ്റിലായി കുറ്റപത്രം കൊടുത്ത ആളാണ് മുകേഷ് MLA. പക്ഷെ അദ്ദേഹത്തിന്റെ അത് പീഡനമാണെന്ന് CPM വിലയിരുത്തിയിട്ടില്ല എന്നാണ്. അതാ പറഞ്ഞത്. അത് എം ഇ ഗോവിന്ദൻ വിലയിരുത്തിയപ്പോൾ അതിന് തീവ്രത കുറവായിരുന്നു എന്നുള്ളൊരു വിലയിരുത്തലാണ് വന്നേക്കുന്നത്. അത് താത്വികമായ ഒരു വിശകലനമാണ് CPMന്റെ. മനസ്സിലായല്ലോ? ഇതൊക്കെ കേരളം ഇതൊക്കെ നോക്കി ചിരിക്കുകയാണ് കേരളം. അത്രയും വിചാരിച്ചാൽ മതി. തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോ അറിയാം ഇതിന്റെയൊക്കെ ജനങ്ങളുടെ തീവ്രത അപ്പൊ മനസ്സിലാവും.